നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. പഴയ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചിലർ അതിന് കാശ് തരാറുണ്ടല്ലേ. കൂടുതലും പേപ്പറൊക്കെ ആകും എല്ലാവരും കൊടുക്കാറ്. അങ്ങനെയെങ്കിൽ ഇത്തരം പഴയ പേപ്പറുകൾ വെച്ച് നമുക്ക് ഉപയോഗീയമായ ഒരു ബൗൾ ഉണ്ടാക്കിയാലോ. ഇതിനായി നമുക്ക് വേണ്ടത് ബലൂൺ, പശ, കത്രിക, പെയിന്റ്, വെള്ളം, മൈദ, ന്യൂസ് പേപ്പർ എന്നിവയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് അത് ഇതുപോലെ ചെറുതായി മുറിച്ചെടുക്കണം. ഇനി അടുത്തതായി ഒരു ബലൂൺ എടുക്കുക. ഇത് വീർപ്പിച്ചെടുക്കാം. മീഡിയം സൈസിലാണ് വീർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് ഏതളവിലാണോ ബൗൾ വേണ്ടത് ആ അളവിൽ ബലൂൺ വീർപ്പിക്കണം. അടുത്തതായി ഇനി കുറച്ച് പശയും വെള്ളവും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഈ പശ വെച്ച ബലൂണിൽ മുറിച്ചു വെച്ചിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം. ബലൂണിന്റെ മുക്കാൽ ഭാഗവും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. കണക്റ്റഡ് ആയ രീതിയിലാണ് ഒട്ടിക്കേണ്ടത്. ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളിവിടെ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങാനായിട്ട് വിടണം. ഒരു കപ്പിൽ വെച്ചാണ് ഉണങ്ങാനായിട്ട് വിടുന്നത്. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് പേപ്പറുകൾ നന്നായി ഉണങ്ങിയിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഈ സമയം ഒരു ബൗളിന്റെ പകുതി ഭാഗം മൈദ എടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് പേസ്റ്റ് രൂപത്തിലാക്കണം. ഈ മൈദ പേസ്റ്റ് ബലൂണിൽ ഒട്ടിച്ച ന്യൂസ് പേപ്പറിന് മുകളിലായി ഇങ്ങനെ അപ്ലൈ ചെയ്യാം. 2-3 കോട്ടിങ്ങോ ഇതുപോലെ അപ്ലൈ ചെയ്യണം. എങ്കിലേ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇത് നന്നായി ഉണങ്ങാനായിട്ട് ഒരു രാത്രി മുഴുവൻ വിടാം. രാവിലെ നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ബലൂൺ എടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരു പിൻ ഉപയോഗിച്ച് ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് കറക്റ്റ് അല്ലാതായിട്ടുണ്ട്. ഇതൊരു കത്രിക വെച്ച് വൃത്തിയായി ലെവലാക്കി എടുക്കാം. നമ്മളിവിടെ കത്രിക വെച്ച് കറക്റ്റായി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് പാകത്തിന് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതൊരു നീല പെയിന്റ് ഉപയോഗിച്ച് കളർ ചെയ്യാം. മനോഹരമായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതില് പൂക്കൾ വെച്ച് അലങ്കരിച്ചു കൊടുക്കാം. എന്തെളുപ്പമാണല്ലേ പഴയ ന്യൂസ് പേപ്പർ ഉപയോഗ്യമാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.